ഇന്ന് എൻ്റെ നാത്തൂനും പിള്ളേരും വരുന്ന ദിവസമാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫാമിലിയിൽ ഉടനെ തന്നെ ഒരു നിക്കാഹ് പരിപാടി ഉണ്ടെന്ന്. അത് കൂടാൻ വേണ്ടിയിട്ടും പിന്നെ അവർക്ക് സ്കൂൾ വെക്കേഷൻ അല്ലേ, അപ്പോൾ കുറച്ച് ദിവസം നിൽക്കാനും കൂടെ ആയിട്ടാണ് വരുന്നത്. ഇന്നാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. അമ്മ രാവിലെ തന്നെ ഒരു മൗലൂദ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഷിനാജ് ബീഫ് വാങ്ങി തന്നിട്ടാണ് വർക്കിന് പോയത്. ബീഫല്ലേ, അപ്പോൾ എന്തായാലും നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ കുക്കർ എടുത്തിട്ട് ബീഫ് നല്ലോണം കഴുകിയിട്ടിട്ട് പൊടികളൊക്കെ ഇട്ട് വേവിക്കാൻ വെക്കുവാണേ. കല്യാണത്തിന് മുമ്പ് എനിക്ക് ബീഫിൻ്റെ ഒരു ഐറ്റംസ് ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ. കാരണം ബീഫ് ഞാൻ കഴിക്കാത്തതുകൊണ്ട് അതിലോട്ട് ഞാൻ വലിയ താല്പര്യം കാണിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പഠിച്ചത്. പക്ഷെ എൻ്റെ നാട്ടിലത്തെ പോലെ അല്ലാട്ടോ ഇവിടെ ബീഫ് വെക്കുന്നത്. എൻ്റെ ഉമ്മ ഇങ്ങനെ അല്ലാട്ടോ ബീഫ് വെക്കാറ്, ഇവിടുത്തെ ഉമ്മ ഇങ്ങനെയാണ് വെക്കാറ്. അതുകൊണ്ട് ഞാൻ ആ ഒരു സ്റ്റൈലിൽ അങ്ങനെ വെക്കും. പക്ഷെ ഇത് കുറച്ച് സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബീഫ് കഴുകി അതിലോട്ട് മസാലപ്പൊടികളെല്ലാം ഇട്ടിട്ട് കുറച്ച് വലിയുള്ളിയും കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലോണം കൈകൊണ്ട് തിരുമ്മിയിട്ട് വേണം വേവിക്കാൻ വെക്കാൻ വേണ്ടിയിട്ട്. അതൊരു 5-6-7-8 വിസിലൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ മസാല, അതായത് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. പിന്നെ നമ്മൾ കുക്കറിൽ ഓൾറെഡി പൊടികൾ ഇട്ടതല്ലേ, അതനുസരിച്ചിട്ട് വേണം ഇതിൽ പൊടികളിടാൻ. അപ്പോൾ കുറച്ചേ ഇതിലിടാൻ പറ്റത്തുള്ളൂ. ഞങ്ങളിതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഒരു മസാലപ്പൊടി ഉണ്ട് കേട്ടോ. മീറ്റ് മസാലയ്ക്ക് പകരം ഞങ്ങൾ ബീഫ് ഉലർത്ത് മസാല എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്, അതാണ് ചേർക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ ഒരു പൊടി ഇട്ടാൽ കറിക്ക്. കുക്കറിൽ ഒരു 3/4 വേവോളം വേവിച്ചിട്ട് വേണം കേട്ടോ അടുപ്പത്തോട്ട് തട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുപ്പത്ത് കിടന്ന് നല്ലോണം ഒന്ന് വറ്റി വരണം, അപ്പോഴാണ് കറിക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഞാൻ അത് കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കറി അടുപ്പത്തിട്ടിട്ട് ഞാൻ വേഗം അടിച്ചു വാരി തുടക്കാൻ നിന്ന് കേട്ടോ. അവരൊരു 11 മണിയൊക്കെ ആകുമ്പം എത്തും. അപ്പോൾ അതിനുള്ളിൽ പെട്ടെന്ന് പണികൾ തീർക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ പെട്ടെന്ന് ചെയ്യുമായിരുന്നു. പിന്നെ അതേ പപ്പടം പൊരിച്ച് വെക്കുന്നുണ്ട്. നെയ്ച്ചോറല്ലേ വെക്കുന്നത്, അതുകൊണ്ട് തന്നെ ലാസ്റ്റ് വെച്ചാൽ മതിയല്ലോ. നെയ്ച്ചോറാവാൻ വലിയ ടൈമൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ലാസ്റ്റ് വെക്കാമെന്ന് ഓർത്തിട്ടാ. അങ്ങനെ കറി ഇറക്കി നിന്നപ്പോഴത്തേക്കാണ് അവരുടെ വരവ്. അങ്ങനെ അവർ വന്ന ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ ഞാൻ ചോറ് വെക്കാൻ പോയപ്പോൾ എൻ്റെ നാത്തൂൻ പറഞ്ഞ് ഞാൻ വെച്ചോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആൾ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. പിന്നെ ആൾ വെക്കുന്ന നെയ്ച്ചോറ് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ആരുണ്ടാക്കുന്നതിനെക്കാട്ടിയും ഇഷ്ടമാണ് ആൾ വെക്കുന്ന നെയ്ച്ചോറ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അരി എടുത്ത് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ കുറച്ച് പോയി കേട്ടോ. അത് പോകാതിരിക്കാനാണ് ഞാൻ ആ ചെമ്പിൽ ഗ്ലാസ് വെച്ചത്, പക്ഷെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അതൊക്കെ തൂത്തുവാരി അടിച്ചെടുത്ത് അങ്ങനെ ചോറും കറിയൊക്കെ വെച്ച് എൻ്റെ പണിയൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് മണ്ണാർക്കാട് വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തിനാണ് പോയെന്നൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാവേ.